കോതമ്പുഴ സംവാദത്തെ അവലോകനം ചെയ്തുകൊണ്ട് ഷബാബിൽ എഴുതി. എന്താ എഴുതിയത്? AP വിഭാഗം മുജാഹിദുകൾ ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടുന്നത് ശിർക്കല്ലെന്ന് പറയുക വഴി അവർ ഖുറാഫാത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു മുജാഹിദ് ബാലുശ്ശേരിയല്ല, സക്കരിയ സ്വലാഹിയല്ല, അങ്ങനെ ഏതെങ്കിലും ആളുകളെന്നല്ല. ഔദ്യോഗിക വിഭാഗം മുജാഹിദുകൾ, AP അബ്ദുൽ ഖാദർ മൗലവിയെ ജനറൽ സെക്രട്ടറിയായി അംഗീകരിക്കുന്ന മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് പറയുന്നു. അതിന് നമ്മൾ ഒന്നിച്ചു മറുപടി പറഞ്ഞില്ലേ? ഇതിനവർ കാരണമാക്കിയെടുത്തത് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന ഒരു ദുർബല ഹദീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദുർബല ഹദീസാണെങ്കിൽ എന്തിനാ ചർച്ച? ദുർബല ഹദീസാണെങ്കിൽ എന്തിനാ ചർച്ച? ഹദീസ് ദുർബലമല്ലേ, എന്തിനാ ചർച്ച? അല്ലേ ചോദ്യം? നാട്ടിലില്ലേ, പള്ളിയിലില്ലേ, അങ്ങാടിയിലില്ലേ, ഹോട്ടലിലില്ലേ? ഉണ്ട്. മറുപടി കേട്ടോളൂ. ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരായത്തോ ഒരു സ്വഹീഹായ ഹദീസോ കൊണ്ടുവരാൻ ശിർക്കിന്റെ അഹ്ലുകാർക്ക് സാധ്യമല്ലെന്നവർ തിരിച്ചറിഞ്ഞപ്പോൾ അവസാനത്തെ ഒരു പുൽക്കൊടിയായി യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന ഹദീസ് അവർ കൊണ്ടുവന്നു. ഇത് കൊണ്ടുവരുമ്പോൾ അവർക്കറിയാം സലഫികളുടെ ഭാഗത്തു നിന്നും ഈ ഹദീസ് ദുർബലമാണ് എന്ന മറുപടി വരും. ആ മറുപടി അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പറഞ്ഞു. കാരണം അങ്ങനെ ദുർബലമാണ് എന്ന് സലഫികളുടെ ഭാഗത്ത് നിന്ന് മറുപടി വന്നാൽ ഉടൻ അവർക്ക് പറയാം, നിങ്ങളെക്കാൾ വിവരമുള്ള, നിങ്ങളുടെ മേശപ്പുറത്ത് വെച്ച പല കിതാബുകളും എഴുതിയിട്ടുള്ള, നിങ്ങൾ തന്നെ പ്രാമാണികരാണെന്ന് പറയുന്ന ഇമാമിങ്ങൾ ഈ ഹദീസ് വെച്ച് അമൽ ചെയ്തിട്ടില്ലേ? അപ്പൊ അവർക്ക് വിവരല്ലേ? അവർ ശിർക്ക് ചെയ്തോ എന്ന് ചോദിക്കും. ഈ ചോദ്യം സാധാരണക്കാരിൽ അപ്പോൾ ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ വിളിച്ചിട്ടുണ്ടത്രേ, അപ്പൊ പിന്നെ മൊഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുമോ എന്ന് ഭയപ്പെട്ട് സലഫി പണ്ഡിതന്മാർ ആ ദുർബലമായ ഹദീസ് പഠന വിധേയമാക്കി. എന്തിന്? ദുർബലമായ ഹദീസ് ഉദ്ധരിച്ച് ആ ഹദീസ് ലൈഫാണെന്ന് മനസ്സിലാക്കാതെ അമൽ ചെയ്തു പോയ ഇമാമീങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് ജനങ്ങളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുമോ എന്ന് പേടിച്ചപ്പോൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് 4ഓളം പേജുകളിൽ ഈ ഹദീസ് വ്യക്തമായി വിശദീകരിച്ചു. സലഫി പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചു. അനാവശ്യ ചർച്ച ഉണ്ടാക്കിയതല്ല, അത്യാവശ്യ ചർച്ച, അത്യാവശ്യ ചർച്ച. ഇത് ശിർക്കിന് തെളിവല്ല കേട്ടോ എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി 1200 കൊല്ലമായി അവരത് ചെയ്തു. തീർന്നില്ല. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാന്യനായിരുന്ന പ്രസിഡന്റ് കെ ഉമർ മൗലവി സാഹിബ്, അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ, അദ്ദേഹത്തോടൊരു കുട്ടി ചോദിച്ചു, ഇതാ മുസ്ലിയാർ എന്നോട് പറയുന്നു മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ട്. എന്നിട്ട് അദ്ദേഹം എനിക്ക് എഴുതി തന്നിരിക്കുന്നു യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ്. ഉമർ മൗലവി മറുപടി തരുമോ? ഇതാ തെളിവ്. ഉമർ മൗലവിക്കറിയാം ഈ ഹദീസ് ദുർബലമാണ് എന്ന് മാത്രം മറുപടി കൊടുത്താൽ ഉടൻ പ്രതി മറുപടി വരും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ മഹാന, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അദ്ദേഹം ഈ ഹദീസ് വെച്ച് അമൽ ചെയ്തില്ലേ? അദ്ദേഹം മുശ്രിക്കാണോ? വരുമെന്നറിയാം. അതുകൊണ്ട് പഴുതടച്ച മറുപടി കൊടുക്കാൻ പാലത്ത് അബ്ദുറഹിമാൻ മദനിയെ പഠിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സൽസബീലിൽ ഇത് സൽസബീലിന്റെ കൂടി അഭിപ്രായമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ മൗലവി കൊടുത്ത മറുപടി എന്താ? ഈ ഹദീസിന്റെ പരമ്പരയിൽ ഇന്ന വ്യക്തിയുണ്ട്, അതിന്റെ പരമ്പര റസൂലുള്ളാഹിയിലേക്ക് എത്താത്തത് കൊണ്ട് ഈ ഹദീസ് ദുർബലമാണ്. ഇനി കേട്ടോളൂ, ദുർബലമായ ഹദീസല്ലേ, അതങ്ങ് വിട്ടാൽ പോരെ? ഉമർ മൗലവിയോട് ചോദിക്കണം ചോദ്യം. ഉമർ മൗലവി പറഞ്ഞ അടുത്ത വാചകം കേട്ടോളൂ. ഇനി ഇത് സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെ, ഇനി ഇത് സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെ വാദവിഷയത്തിന് ഇതിൽ തെളിവില്ല. എന്താ വാദവിഷയം? മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നുള്ള വിളിയില്ലേ, ആ വിളി യാ ഇബാദല്ലയിൽ ഇല്ല. എന്നിട്ട് വിശദീകരിച്ചു, അവിടെ ജിന്നും മലക്കുമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ? നിങ്ങൾ കാണാത്ത, അവിടെ ഹാജറുള്ള, ഹാജറുണ്ട് കാണുന്നില്ല, അപ്പൊ പിന്നെ മനുഷ്യനല്ല,
അതാ ജിന്നും മലക്കുമാണ്. ഹാജർ ഉള്ളവരാണ്, നിങ്ങൾ കാണാത്തവരാ. അവരോട് നിങ്ങളോട് ചോദിക്കണം എന്ന് സ്വഹീഹാണെങ്കിൽ ചോദിക്കാലോ. അപ്പൊ അങ്ങനെ ഹാജറുള്ളവരോട് ചോദിച്ചാൽ അതിൽ ദുആ വരുന്നില്ല, അതിൽ അഭൗതികത വരുന്നില്ല. അതുകൊണ്ട് ഉമർ മൗലവി പറയുന്നത് സ്വഹീഹാണ് വിചാരിക്കു കുട്ടി. അങ്ങനെയാണെങ്കിൽ തന്നെ മുഹയ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന വിളിക്ക് ഇത് തെളിവല്ല എന്ന് ഉമർ മൗലവി പഠിപ്പിച്ചപ്പോൾ KP മുഹമ്മദ് മൗലവി ജീവിച്ചിരിപ്പുണ്ട്. ഉമർ മൗലവി ശിർക്കിലേക്ക് പോയി. ഉടൻ സർക്കുലർ എടുക്കൂ, എഴുതൂ, സീല് വെക്കൂ, പോസ്റ്റ് ചെയ്യൂ, ഉമർ മൗലവിയെ ഉടൻ വിളിപ്പിക്കൂ. ഇതാ അവിടെ ഇരിക്കൂ, നിന്റെ പേരെന്താ? ഉമർ മൗലവി. അതെ, നീ യാ ഇബാദല്ലയിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞു, ശിർക്കുണ്ട്, പോ പുറത്ത്. പറഞ്ഞില്ല. KP മുഹമ്മദ് മൗലവി ഉമർ മൗലവിയെ വിളിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തില്ല. എന്നാൽ അതേ വിഷയം ഈ ഉമർ മൗലവി പറഞ്ഞതിന് വിരുദ്ധമായി 2002 പിരിഞ്ഞു പോയവർ അതിൽ അഭൗതികതയുണ്ട്, അതിൽ ദുആയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മടവൂരി സുഹൃത്തുക്കൾ രംഗത്ത് വന്നു. ആ രംഗത്ത് വന്ന സഹോദരങ്ങൾ അവർ ഇതിൽ അഭൗതികതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ച് തിരിച്ചു ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറഞ്ഞ് അവർക്കത് തിരുത്തിക്കൊടുത്തു. ആ തിരുത്തിക്കൊടുത്തവർ പിന്നെ കുറെ അപ്പുറത്ത് പോയി നേരെ തിരിഞ്ഞു നിന്ന് അതിൽ അഭൗതികതയുണ്ട്, അതിൽ ദുആയുണ്ട്, അതിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞ് മൂവാറ്റുപുഴയിൽ പോയി 2004 കേരള ജംഇയ്യത്തുൽ ഉലമ ചുമതലപ്പെടുത്തിയതനുസരിച്ച് KK സക്കരിയ സ്വലാഹിയോട് യാ ഇബാദല്ല ചർച്ചക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ദുർബലമായ ഹദീസാണ്. നിങ്ങൾ നമ്മുടെ വ്യവസ്ഥയൊന്ന് വായിച്ചു നോക്കണം. ഖുർആനും സ്വഹീഹായ ഹദീസും ദുർബലമാണ് ഈ ഹദീസ്. അതിന്റെ ദുർബലത പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അത് സ്വഹീഹാണെങ്കിൽ തന്നെ ഈ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസക്ക് അതിൽ തെളിവില്ല. അത് പറയുമ്പോൾ കായക്കൊടിയിലെ സഹോദരൻ വേദിയിലുണ്ട്. ശിർക്കാണ്, സംഗതി ഞങ്ങളൊക്കെ ഒന്നാണ്, പക്ഷെ ശിർക്ക് ഞങ്ങൾ സഹിക്കൂല എന്ന് പറഞ്ഞില്ല. ഉഷാറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചിരിച്ചു കൊടുത്തു വേദിയിൽ വെച്ച്. അല്ലേ, ആ ചിരിക്കുന്ന രംഗം ഇന്നും നമുക്ക് കാണാൻ കഴിയും. അന്നില്ലാത്ത മറുപടി മൂവാറ്റുപുഴയിൽ ചെന്ന് പറഞ്ഞു, അതിൽ ശിർക്കുണ്ട്. അഹ്സനി വലിയൊരു സന്തോഷത്തിലായി. ആദർശം മാറ്റിയല്ലോ ഈ വിചാരിച്ചു. കേവല പൊളിറ്റിക്സിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി ഇല്ലാത്ത മറുപടി കൊടുത്തപ്പോ അതിൽ അഭൗതികതയുണ്ടെന്ന് വന്നാൽ ജിന്നും മലക്കും അഭൗതികമായി. എന്താ 2007 നമ്മൾ പറഞ്ഞത്? ജിന്നുകളും മലക്കുകളും അഭൗതികമാണ് എന്ന് പറയൽ വിശേഷ ബുദ്ധിയുള്ള വകതിരിവുള്ള ഒരാൾക്കും പറയാൻ സാധ്യല്ല. അവർ നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമാണെങ്കിലും അഭൗതികമാണ്, അവയെക്കുറിച്ച് പറയാൻ പറ്റില്ല. അഭൗതികമായ ഉപദ്രവമോ ഉപകാരമോ റബ്ബിങ്കൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ. അതാണല്ലോ തൗഹീദിന്റെ ബേസ്. ഇത് വെച്ചുകൊണ്ട് അഹ്സനി ചോദിച്ചു, അപ്പൊ യാ ഇബാദല്ലയിൽ അഭൗതികതയുണ്ടെങ്കിൽ അവിടെ ജിന്നും മലക്കും അഭൗതികമായില്ലേ? അപ്പൊ ജിന്നും മലക്കും അഭൗതികമാണെങ്കിൽ അഭൗതിക ജീവിയിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവം അഭൗതികം, അഭൗതിക ജീവിയിൽ നിന്നുണ്ടാകുന്ന ഉപകാരം അഭൗതികം. അപ്പൊ കായക്കൊടി നിങ്ങൾ സിഹിർ ഭരിക്കുന്നല്ലേ വിശ്വസിക്കുന്നത്? സിഹിറിന്റെ പിന്നിൽ പിശാചല്ലേ? പിശാജ് ഉണ്ടാക്കുന്ന ഉപദ്രവമല്ലേ? അപ്പൊ പിശാജ് അഭൗതികമായി ഉപദ്രവം ഉണ്ടാക്കുമെന്ന് വന്നില്ലേ? അപ്പയാ മനസ്സിലായത് പൊളിറ്റിക്സിന് വേണ്ടി മാറ്റി പറഞ്ഞപ്പോ അപകടം. കുടുങ്ങിയ സഹോദരൻ പറഞ്ഞു, ജിന്നും മലക്കും അഭൗതികമായി ഉപദ്രവിക്കുമെന്നോ ഉപകാരം ചെയ്യുമെന്നോ വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല. വിളിച്ചു പ്രാർത്ഥിച്ചാലേ ശിർക്കാവൂ. ശിർക്കാരോപിച്ച് പച്ച ശിർക്കിലെത്തി. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് സഹായിക്കൂന്ന് വിശ്വസിച്ചാൽ ശിർക്കാവില്ല, വിളിച്ചു പ്രാർത്ഥിച്ചാലേ ശിർക്കാകൂ. ഇത് സലഫി ആദർശമല്ല. മൂവാറ്റുപുഴയിൽ പറഞ്ഞ ഈ മറുപടി ഖുർആനിനും ഹദീസിനും എതിരാണ്. അതുകൊണ്ട് മൂവാറ്റുപുഴയിൽ പോയി ഓപ്പറേഷൻ നടത്തി. അതെ, ആ സംവാദത്തിലെ അബദ്ധങ്ങളെ ഈ പ്രസ്ഥാനത്തിന്റെ ചുണക്കുട്ടികൾ പോയി അവിടെ തിരുത്തി കൊടുത്തു. പോസ്റ്റ്മോർട്ടം നടത്തി ഹക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ സഹോദരങ്ങളെ, കേവല പൊളിറ്റിക്സിന് വേണ്ടി 2011 വരെ ഒന്നിച്ചു പറഞ്ഞ മറുപടിയിൽ നിന്നും മറ്റൊരു മറുപടി പറഞ്ഞു. ആ മറുപടിയിലേക്ക് എത്തിയത് കേവലമായ സ്വാർത്ഥ താല്പര്യങ്ങളായിരുന്നു. ആ സ്വാർത്ഥ താല്പര്യങ്ങളാണ് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഈ ജില്ലയിലെ അറിയപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാരണവർ
കേരളത്തിലെ തന്നെ AP അബ്ദുൽ ഖാദർ മൗലവിയേക്കാൾ പ്രായമുള്ള കാരണവരായ കരുവള്ളി മുഹമ്മദ് മൗലവി എന്തേ KNM-ന്റെ എക്സിക്യൂട്ടീവിൽ വരാതെ പോയി? അദ്ദേഹം ജിന്നിനോട് തേടുന്ന ആളാണോ? ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആളാണോ സഹോദര? എന്നാൽ അബ്ദുസ്സമദ് പോലെയുള്ള വളരെ പ്രായം കുറഞ്ഞവർ എക്സിക്യൂട്ടീവിൽ, 40 വയസ്സ് മാത്രം പ്രായമായ ഡോക്ടർ സുൽഫിക്കർ അലി എക്സിക്യൂട്ടീവിൽ, അവരൊക്കെ എക്സിക്യൂട്ടീവിൽ കയറിയപ്പോ അവരുടെ വല്യാപ്പയേക്കാൾ പ്രായമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പോലും നിയന്ത്രിച്ച ആ കരുവള്ളി മുഹമ്മദ് മൗലവി എന്തുകൊണ്ട് എക്സിക്യൂട്ടീവ് പുറത്തുപോയി? അവിടെയാണ് ജിന്നല്ല പ്രശ്നം, സിഹിർ അല്ല പ്രശ്നം, വേറെ ചിലതാണ് പ്രശ്നം. സംഘടന പിടിച്ചെടുക്കണം, സ്ഥാപനങ്ങളായി, സ്ഥാനമാനങ്ങളായി, അതിന് നേരെ അങ്ങ് സാധ്യമല്ല. അപ്പൊ പിന്നെ മുജാഹിദുകൾക്ക് വൈകാരികമായ വിഷയം കൊടുക്കണം. കുറച്ചാൾക്കാർ ശിർക്ക് പോയോ, എന്നാ പിന്നെ ഓനെ സെക്രട്ടറി ആക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് മുജാഹിദുകളെ ഇളക്കി വിടാൻ വേണ്ടി ആദർശ വിശദീകരണങ്ങൾ എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ സംഘടിപ്പിച്ചു. ആ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾക്ക് മുമ്പ് 2000 വളരെ കൃത്യമായി പറഞ്ഞാൽ 2011 ജൂൺ 5 തീയതി മർക്കസ് ദഅവയിൽ ഗ്രൂപ്പ് യോഗം, മർക്കസ് ദഅവയിലല്ല CD ടവറിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു. മർക്കസ് ദഅവയിൽ മുമ്പ് അവർ നടത്തിയ പ്രവർത്തനം ഇവിടെ നടത്തി. 2011 ജൂൺ 5 തീയതി ഈ ഗ്രൂപ്പ് യോഗത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവൻ എന്ന് 28/10/2011 നമ്മുടെ ജില്ലയായ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ നിലമ്പൂരിൽ വെച്ച് ആദർശ വിശദീകരണത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ വ്യക്തമാക്കിയ കാര്യമുണ്ട്. KKP അബ്ദുള്ളയും അവന്റെ സഹായികളും മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘത്തിന്റെ ഭാഗമാണ്. അവൻ ഇറക്കിയിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള അഥവാ മഞ്ഞ ആശയമുള്ള പുസ്തകം അന്നത്തെ 180 പേജുള്ള നീല പുസ്തകത്തിന് സമാനമാണ് എന്ന് പറഞ്ഞ ആ KKP അബ്ദുറഹ്മാൻ സലഫി വിളിച്ച മീറ്റിംഗിൽ, KKPയുടെ സഹായികൾ അബ്ദുറഹ്മാൻ സലഫി വിളിച്ച മീറ്റിംഗിൽ മഞ്ഞ പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ലഭിച്ച അബ്ദുറസാഖ് ബാഖവി ആ മീറ്റിംഗിൽ, KV അബ്ദുൽ ലത്തീഫ് മൗലവി ആ മീറ്റിംഗിൽ എല്ലാവരും ചേർന്ന് ബഹുമാന്യരായ സഹോദരങ്ങൾ ഹനീഫ് കായക്കൊടിയും അതുപോലെ തന്നെ അനസ് മൗലവിയും ആ മീറ്റിംഗിൽ ഇവരെ രണ്ടുപേരെയും യോജിപ്പിക്കുന്ന വല്ലാത്തൊരു ഓപ്പറേഷൻ നടത്തിയിട്ട് പറഞ്ഞു, പൊതുശത്രുവിനെ നേരിടണം. ശിർക്കിലേക്ക് പോയിട്ടുണ്ട്, ഇപ്പോൾ തന്നെ വണ്ടി പുറപ്പെടാം AP-യുടെ വീട്ടിലേക്ക്, TP-യുടെ വീട്ടിലേക്ക്. ഈ പൊളിറ്റിക്സ് മനസ്സിലാക്കിയ കേരളത്തിലെ മുജാഹിദ് കാരണവന്മാരുടെ കാരണവർ കരുവള്ളി മുഹമ്മദ് മൗലവി പെണ്ണെടുത്തു, കടലാസെടുത്തു, എഴുതിക്കൊടുത്തു KNM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്ക്. ഈ ഗ്രൂപ്പ് യോഗമാകുന്ന ഫിത്ന നടത്തിയ ആളുകളെ, അതിൽ പങ്കെടുത്തവരെ ഞങ്ങളുടെ ജില്ലയിലെ ആദർശ വിശദീകരണത്തിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല. അപ്പോൾ അത് ഗ്രൂപ്പ് യോഗമാണെന്ന് കൃത്യമായി കണ്ടെത്തിയ കരുവള്ളി മുഹമ്മദ് മൗലവി, ശരി, നോം വിളിച്ച മീറ്റിംഗിനെതിരെ കത്തുകൊടുത്തവൻ പുറത്ത്. അപ്പോൾ നോം പറയുന്നത് കേൾക്കാതിരിക്കുന്നവൻ കാരണവരാണെങ്കിലും പുറത്ത്. എങ്ങനെ കരുവള്ളി മുഹമ്മദ് മൗലവി പുറത്തുപോയി? അതാ ഞാൻ പറഞ്ഞത്, ജിന്നല്ല പ്രശ്നം, സിഹറല്ല പ്രശ്നം. ഈ വിഷയത്തിലൊക്കെ ഖുർആനും ഹദീസും അങ്ങ് പഠിച്ചാ സംഗതി ക്ലിയർ ആകും. വേറെ ചിലതാണ് പ്രശ്നം. ആ വേറെ ചിലതാണ് ഇവിടെ കണ്ടത്. ഹുസൈൻ സലഫി ജിന്നിനോട് തേടുന്ന ആളാണോ? ഔട്ട്. നോം പറഞ്ഞതിനെതിരെ ആര് പറഞ്ഞാലും ഔട്ട്. ഇന്നലെ തീരുമാനിച്ചിരിക്കുന്നു 75 ആള് ഔട്ട്. പിന്നെ പറഞ്ഞു ഇനി ഇങ്ങനെ എക്സിക്യൂട്ടീവ് കൂടി പുറത്താക്കാൻ കഴിയൂല, ഒരു കാര്യം ചെയ്യാം, സെക്രട്ടേറിയറ്റിന് അനുമതി, നിങ്ങൾ കൂടിക്കോളി, പുറത്താക്കിക്കോളൂ. അപ്പൊ പിന്നെ പുറത്താക്കാനുള്ള ലിസ്റ്റോ അത് ശാഖ തരണം, മണ്ഡലം തരണം, എവിഡൻസ് വേണേ, പത്രക്കട്ടിംഗ് ഒക്കെ എടുത്തു വെക്കണേ. അപ്പൊ ഒരു പുറത്താക്കൽ പ്രസ്ഥാനം, അതെ, ഒരു പുറത്താക്കൽ പ്രസ്ഥാനം ആയി മാറിയിരിക്കുന്നു കേരള നടപടിയെടുക്കൽ മൂവ്മെന്റ്. കേരള നടപടിയെടുക്കൽ മൂവ്മെന്റ് അല്ല, ഇത് കേരള നദ്വത്തുൽ മുജാഹിദീനാണ്. ഇത് കേരള നദ്വത്തുൽ മുജാഹിദീനാണ്. ഇത് കേരള നടപടിയെടുക്കൽ മൂവ്മെന്റ് അല്ല. അപ്പൊ സഹോദരങ്ങളെ, ആരെങ്കിലും രാഷ്ട്രീയക്കാരെയൊക്കെ കാണുമ്പോ നമുക്കൊന്ന് യോജിക്കാമെന്നൊക്കെ പറയുക, എന്നിട്ട് അന്നുച്ചയ്ക്ക് ശേഷം മീറ്റിംഗ് കൂടിയിട്ട് 75 ആളെ പുറത്താക്കുക. രാഷ്ട്രീയക്കാരായ ആളുകളെ പോലും വഞ്ചിക്കുക
ആസ്വദിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവണത കാണുന്നില്ലേ? സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ സത്യം പറയുന്നവരോട് വെറുപ്പുണ്ടായിട്ട് കാര്യമില്ല. നീ നിന്റെ പല്ലുകൾ ഇറുക്കി പിടിച്ച് സ്വന്തത്തെ ശപിച്ചോ. ഈ ആദർശ പ്രസ്ഥാനം 10 വർഷമായി നടന്നു വരുന്ന ഈ തൗഹീദിന്റെ മുന്നേറ്റത്തെ കേവല പൊളിറ്റിക്സിന് വേണ്ടി ഇവിടെ തകർക്കാൻ മുജാഹിദുകൾ ഒരിക്കലും സമ്മതിക്കില്ല. MSM മുഴുവൻ ജിന്ന്, ISM മുഴുവൻ ജിന്ന്, ഇസ്ലാഹി സെന്ററുകൾ മുഴുവൻ. പിന്നാരപ്പ ബാക്കിയുള്ളത്? ഞാനും എന്റെ കെട്ടിയോളും തട്ടാനും മാത്രാണോ? അവിടേക്കല്ലേ ഇപ്പൊ പോകുന്നത്? MSM പിരിച്ചുവിട്ടു. 50 പൈസയുടെ കാർഡിലൂടെ പോലും അറിയിച്ചില്ല. സാജുദ്ദീൻ സ്വലാഹിയാകുന്ന MSM ജനറൽ സെക്രട്ടറി, TK അഷ്റഫ് ആകുന്ന ISM പ്രസിഡന്റ് ആ വാർത്ത വായിക്കുന്നത് പത്രത്തിലാ. നിങ്ങൾ പിരിച്ചുട്ടോ, നോക്കട്ടെ വാർത്ത. ഓരും വായിക്കാണ് വാർത്ത. ഒരു 50 പൈസയുടെ കാർഡ് പോലും ഇല്ലാതെ പിരിച്ചുവിട്ടിരിക്കുന്നു. എന്താ പേര്? മരവിപ്പിച്ചിരിക്കുന്നു. മരവിപ്പിക്കുക എന്ന പേരിൽ പിരിച്ചുവിടൽ. പിന്നെ അതൊന്ന് അനുസരിച്ചാ പോരെ? നേതൃത്വത്തെ അനുസരിച്ചാ പോരെ? ശരി, മരവിപ്പിക്കുന്നു എന്ന പേരിൽ പിരിച്ചുവിട്ടു. പിന്നെ എന്താ നടത്തിയത്? അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കി. അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കുന്ന വിവരം എത്ര പേരെ അറിയിച്ചു? 80% പരം വരുന്ന MSM ISM മെമ്പർമാരെ വിവരം തന്നെ അറിയിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ? 80% യുവാക്കളെ, 80%-ലധികം വരുന്ന വിദ്യാർത്ഥികളെ, നിങ്ങൾ പെരുവഴിയിലേക്ക് പോയിക്കോളൂ, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്നിട്ട് ചോദിക്കാണ്, നേതൃത്വത്തെ അനുസരിച്ച് വീട്ടു എത്ര ദിവസം കുത്തിരിക്കേണ്ടത്? എത്ര ദിവസം കുത്തിരിക്കേണ്ടത്? QHLS നടത്തണ്ടേ? വിജ്ഞാനവേദി നടത്തണ്ടേ? സ്കോഡ് നടത്തണ്ടേ? എക്സിബിഷൻ നടത്തണ്ടേ? കോളേജ് CRE നടത്തണ്ടേ? പ്രോഫ്കോൺ നടത്തണ്ടേ? ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ സംഘടിപ്പിക്കണ്ടേ? വേണ്ട, നോമിന് ഇഷ്ടമില്ല നിങ്ങളെ, അതുകൊണ്ട് പുറത്തു നിൽക്കണം. അവിടെയാണ് യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും. ഈമാനുള്ളവരെ, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകനെയും നിങ്ങളുടെ കൂട്ടത്തിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക. ആയത്തിന്റെ ബാക്കി എന്താ? ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കുക. എവിടെ പോയി? ഉലിൽ അംർ, പ്രമാണങ്ങൾക്കനുസരിച്ച്. ഉലിൽ അംർ പറഞ്ഞാൽ അനുസരിക്കും. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി അഭൗതികമല്ലാത്തത് അഭൗതികമായി പ്രഖ്യാപിച്ച് തൗഹീദിന്റെ നിർവചനത്തിൽ പൊളിറ്റിക്സിന് വേണ്ടി തകരാറ് വരുത്താൻ ശ്രമിച്ചാൽ നേതൃത്വമല്ലേ എന്ന് വിചാരിക്കില്ല. നേതൃത്വത്തെ അവിഷയത്തിൽ അനുസരിക്കാൻ പാടില്ലെന്നും ഞങ്ങളെ പഠിപ്പിച്ച നേതൃത്വത്തിലുള്ളവർ ഇപ്പോഴുമുണ്ട്. പ്രോഫ്കോണിൽ ബഹുമാന്യനായ MM അക്ബർ സാഹിബ് MSM-കാരെ മുമ്പിൽ വെച്ച് പറഞ്ഞു, AP അബ്ദുൽ ഖാദർ മൗലവി ഖുർആനിനും സുന്നത്തിനും എതിരെ പറഞ്ഞാൽ പോയി പടി നോക്കൂ എന്ന് പറയണം. MM അക്ബർ സാഹിബ്, നിങ്ങൾ പറഞ്ഞ ആ ഉപദേശം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. സമ്മേളന നഗരിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഈ നവോത്ഥാനത്തിന്റെ കൈത്തിരി ഏറ്റെടുക്കാൻ ആരുണ്ട്? അപ്പോൾ മുജാഹിദ് സമൂഹം പറഞ്ഞു, ഞങ്ങളുണ്ട്, നിങ്ങളൊന്ന് മാറി നിന്നാൽ മതി. അതെ, ഈ ദുനിയാവിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ജിന്നുകൾ എന്ന് പറയുന്ന ഈ ഭൂമിയിൽ ഹാജറുണ്ടെന്നും ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് വ്യക്തമാകുന്ന ജിന്നുകളോട് കേവലം ഒരു സങ്കല്പം മാത്രമായ ഹൈന്ദവരുടെ വിഷ്ണുവിനെ തുലനം ചെയ്യുക എന്ന മഹാവിവരക്കേട് പറഞ്ഞിട്ട് അത് തിരുത്തുന്നതിന് പകരം വീണ്ടും വീണ്ടും ന്യായീകരിക്കാൻ 3 വരി അബദ്ധത്തെ ന്യായീകരിക്കാൻ 6 പേജ് കത്ത് മറ്റൊരാളെ കൊണ്ട് എഴുതിക്കേണ്ട ഗതികേട് മുജാഹിദുകൾ മനസ്സിലാക്കി അക്ബർ സാഹിബിനില്ല. നേരിട്ടങ്ങ് പറയുകയാ വേണ്ടത്. എന്നിട്ടും മറുപടിയായില്ല. അപ്പൊ സഹോദരങ്ങളെ, ആദർശത്തിനാണ്, വ്യക്തിക്കല്ല പ്രാധാന്യം, വ്യക്തിക്കല്ല പ്രാധാന്യം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രോഫ്കോൺ ഡോക്ടർ ഷഹീർ പ്രസിഡന്റും താജുദ്ദീൻ സ്വലാഹി ജനറൽ സെക്രട്ടറിയുമായ MSM കമ്മിറ്റിയാണ് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് ആ വലിയ മൈതാനിയിൽ ആയിരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രോഫ്കോൺ നടത്തിയത്. അതേ MSM കമ്മിറ്റിയാണ് മലപ്പുറത്തിന്റെ വിരിമാറിൽ ഗവൺമെന്റ് സ്ഥലത്ത് പ്രോഫ്കോൺ നടത്തിയത്. അപ്പോൾ MSM ഇവിടെയുണ്ട്.
MSMന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇല്ലാത്ത കുറ്റം പറഞ്ഞ് അന്വേഷിക്കുക പോലും ചെയ്യാതെ മരവിപ്പിക്കുമ്പോൾ, നിങ്ങൾ മരവിപ്പിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗം വേണ്ടേ, ഞങ്ങൾക്ക് ദഅവത്ത് നടത്തണ്ടേ, ഈ കുട്ടികളെ കള്ളുകുടിയിലേക്ക് വിടണോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ദഅവത്തിനെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. അതിനെതിരെ നിങ്ങൾ ചെയ്ത അബദ്ധത്തിന് പരലോകത്ത് ശിക്ഷ കുറയാൻ ഞങ്ങൾ ഇതാ കുട്ടികളോട് നിങ്ങൾ മരവിക്കല്ലേ, നിങ്ങൾ ലഘുലേഖ കയ്യിലെടുക്ക്, നിങ്ങൾ സിയാറിക്ക് പോക് എന്ന് പറഞ്ഞ് യുവാക്കളെയും വിദ്യാർത്ഥികളെയും പിടിച്ചു നിർത്തി. സഹോദരാ, ചിന്തിക്ക്. TK അഷ്റഫും താജുദ്ദീൻ സ്വലാഹിയും കോഴിക്കോട്ട് പ്രസ് ക്ലബിൽ ചെന്ന് പത്രസമ്മേളനം നടത്തിയോ? നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. മുതലക്കുളത്ത് സമ്മേളനം വിളിച്ചോ? കടപ്പുറത്ത് സമ്മേളനം വിളിച്ചോ? ഇല്ല. മറിച്ച് വേദനിച്ചു, പ്രയാസപ്പെട്ട്, സങ്കടപ്പെട്ട്, പ്രാർത്ഥിച്ച് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പെടച്ചമായ ചില വാദങ്ങൾ വന്നതിന്റെ അടയാളങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതായി ഒരിക്കലും വരാൻ പാടില്ലാത്ത സർക്കുലറുകൾ KK സക്കരിയ സ്വലാഹിയുടെ പരിപാടിക്കാരും പങ്കെടുക്കാൻ പാടില്ല. നാണക്കേട്, നാണക്കേട്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ തൗഹീദ് പറഞ്ഞപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇതിന്റെ ആദർശ വിരോധികൾ പറഞ്ഞു കേൾക്കാൻ പോകരുത്. മുസ്ലിയാരെ പ്രത്യേക പ്രസംഗം ജുമയ്ക്ക് ശേഷം നമ്മുടെ നാട്ടില് ചില പുത്തൻവാദികൾ വന്നിട്ടുണ്ട്, ആരും അവരുടെ പരിപാടിക്ക് പോകാൻ പാടില്ല, പോയാൽ വിലക്കുണ്ടാകും, പോയാൽ നിക്കാഹിൽ രജിസ്റ്റർ തരൂല എന്ന് പറഞ്ഞു ചില ആൾക്കാർ പോണ്ടുന്നു. അപ്പൊ ആൾക്കാരെ ശരിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു എല്ലാം കേൾക്കുക, നല്ലത് പിൻപറ്റുക. തുമ്മിയാത്തെറിക്കുന്ന മൂക്കാണോ മുലിയാരെ എന്ന് ചോദിച്ചു. അങ്ങനെയല്ലേ വയൽ നടന്നത്? അങ്ങനെയല്ലേ ആ നോട്ടീസ് ഇറക്കിയ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് ജംഇയ്യത്തുലമ പറഞ്ഞിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘം ഇതിനുള്ളിലുണ്ട്. ഒരുത്തം പുറത്തുപോയി. വേറെ ആരൊക്കെ ഗൂഢസംഘം പിടിക്കും, പിടിച്ചു പുറത്തിടും ഇസ്ലാഹി സമൂഹം. ആ ഗൂഢസംഘത്തെ തെരഞ്ഞു പിടിക്കുകയാണ്. ആ ഗൂഢസംഘമാണ് സർക്കുലർ ഇറക്കിയത്. മുജാഹിദ് അങ്ങനെ സർക്കുലർ ഇറക്കില്ല. ഒരു മുജാഹിദിന് അങ്ങനെ സർക്കുലർ ഇറക്കാൻ സാധ്യമല്ല. ആ ഗൂഢസംഘത്തെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും. ഒരു പക്ഷേ MSMകാർ മുഴുവനും ISMകാർ മുഴുവനും പുറത്തും കുറച്ച് ആൾക്കാർ ലെറ്റർ പേഡ് സീലും പിടിച്ച് പൊത്തിപ്പിടിക്കുന്നുണ്ടാകും. ആ പൊത്തിപ്പിടിക്കുന്നവരേ ഉള്ളൂ എന്ന് പ്രോഫ്കോൺ തെളിയിച്ചു. പ്രോഫ്കോണിൽ മലപ്പുറത്ത് ചില രാഷ്ട്രീയ നേതാക്കന്മാർ മലപ്പുറത്ത് വരാതിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ വരലാണ് നീതി, ഇവിടെ വരലാണ് നീതി, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. വരേണ്ട ആള് ദിവസം മാറി വന്നപ്പോ നിഷ്കളങ്കരായ പ്രവർത്തനം. നിങ്ങൾ ഇന്നലത്തെ പ്രോഗ്രാമിലുള്ള ആളല്ലേ? മന്ത്രിയോടാ ചോദിക്കുന്നത്. കുട്ടികൾക്ക് എന്ത് മന്ത്രി? നിങ്ങൾ ഇന്നലെ വരേണ്ട ആളല്ലേ? അതെ മോനെ, ഇന്നലെ വരാൻ പറ്റിയില്ല, നിങ്ങളിവിടെ വരൽ നിർബന്ധമാണെന്ന് എനിക്ക് മനസ്സിലായി. വിശാലമായ പന്തൽ, തിരുവനന്തപുരം പ്രോഫ്കോണിന്റെ തുടർച്ച, അത്രയും വലിയ പന്തലിൽ തന്നെ നടത്താൻ പറ്റൂ. രാഷ്ട്രീയക്കാർക്ക് പോലും ബോധ്യമായി. പറയുന്നത് ആൾക്കൂട്ടത്തിന്റെ ബലം കാണിക്കാനല്ല, മറിച്ച് ആദർശത്തോടൊപ്പമാണ് വിദ്യാർത്ഥികൾ. ആ പ്രോഫ്കോൺ ഒന്നു മാത്രമേ നടക്കുകയുള്ളൂ എന്ന് എന്റെ പ്രിയങ്കരനായ അക്ബർ സാഹിബേ നിങ്ങൾ വയനാട്ടിൽ വെച്ച് പ്രഖ്യാപിച്ചില്ലേ? MSMന്റെ അഡ്ഹോക്കിൽ സ്ഥാനം കിട്ടിയ സുഹൃത്തുക്കളെ നിങ്ങൾ പ്രഖ്യാപിച്ചില്ലേ? ഉറപ്പുണ്ടായിരുന്നു. അധികാരമുണ്ട് കയ്യിൽ, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് കയ്യിൽ, കോടതിയുണ്ട് ഇവിടെ. എങ്ങനെയെങ്കിലും തടയാം. കഴിഞ്ഞ വ്യാഴാഴ്ച ജംഇയ്യത്തുൽ ഉലമയിലും KNMലും മെമ്പർഷിപ്പുള്ള ബഹുമാന്യനായ ഒരു മദനിയുടെ നേതൃത്വത്തിൽ 4 പേർ മലപ്പുറം SP ഓഫീസിൽ മണിക്കൂറുകളോളം ഇരിക്കുകയാണ്. ഇതൊന്ന് മുടങ്ങിക്കിട്ടാൻ കത്തുകൊടുക്കുകയാണ്. ആ കത്തിന്റെ താഴത്തും APയുടെ ഒപ്പുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് സൽബുദ്ധി നൽകുമാറാകട്ടെ. അങ്ങനെ പ്രോഫ്കോൺ മുടക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടന്നു. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലിയാണോ? നമുക്ക് ആശ്വാസമുണ്ട്. 28/10/2011 ജംഇയ്യത്തുലമ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘം ഇതിന്റെ ഉള്ളിലുണ്ട്. ആ ഗൂഢസംഘമാണ് മലപ്പുറത്തേക്ക് യാത്ര ചെയ്തത്. അതിന് നിങ്ങൾ അടിച്ച പെട്രോൾ KNMന്റെ ഫണ്ടിൽ നിന്നാണോ? മുജാഹിദുകൾക്കറിയണം. അതിന് നിങ്ങൾ പോയപ്പോൾ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ല് മുജാഹിദ് സെന്ററിൽ കൊടുത്തിട്ടുണ്ടോ?
ഞങ്ങൾക്കറിയണം മുജാഹിദ് പ്രസ്ഥാനം, ഈ ആദർശ പ്രസ്ഥാനം ഇതിനെ തകർക്കുന്നവരെ സഹിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇനി പറയൂ, പ്രോഫ്കോൺ ഒന്നേ നടക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? പ്രോഫ്കോൺ മുടക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടില്ലെന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെ പറഞ്ഞാൽ സ്വാഭാവികമായും തെളിവുകൾ ഹാജരാക്കേണ്ടി വരും എന്ന് പറയുന്നത് ആ സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണ്. അതല്ലല്ലോ നമ്മുടെ വിഷയം. പ്രോഫ്കോൺ മുടക്കാൻ കൃത്യമായ ശ്രമങ്ങൾ നടത്തി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് നിന്ന്, ഡൽഹിയിൽ നിന്ന് 30-ൽ പരം വിദ്യാർത്ഥികൾ പുറപ്പെട്ടപ്പോൾ ഇവിടെ കുട്ടികൾ തഹജ്ജുദ് നമസ്കരിച്ച് പടച്ചോനെ മുടക്കാനുള്ള ശ്രമം നീ പരാജയപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മറന്നുപോകരുത്, ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അഹങ്കാരമില്ല. എന്റെ പൊന്നു സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരി ക്ഷേത്രമുറ്റത്ത് പോയി തൗഹീദ് പറയുന്ന സഹോദരന് തൗഹീദില്ല, പുറത്തുപോയെന്നാ പറഞ്ഞത്. ആ പുറത്തുപോയ സഹോദരൻ പുറത്തൊരു വേദി ഉണ്ടാക്കി പ്രസംഗിക്കുമ്പോ അത് മുടക്കാൻ നടക്കണം. വയനാട് ജില്ലയിലെ മീനങ്ങാടിയിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തീർക്കുന്നതിന് വേണ്ടി അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇന്ന് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവിനെ പിടിച്ചുകൊണ്ട് പെർമിഷൻ ക്യാൻസൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, വയനാട് ജില്ലയുടെ KNM-ന്റെ ഭാരവാഹികളിൽ ചിലർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇവർക്ക് പെർമിഷൻ കൊടുക്കരുത് എന്ന് പറഞ്ഞു. നിഷേധിക്കാനാകുമോ? ഈ സ്വാധീനത്തിന് വേണ്ടി ഉപയോഗിച്ച മുസ്ലിമായ രാഷ്ട്രീയ പ്രവർത്തകൻ പറയുകയാണ്, ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്താ ഇപ്പൊ ചെയ്യുന്നത്? ഒരു പരിപാടി മുടക്കല്ലേ, ഞാൻ വേണ്ടാന്ന് വെച്ചു. അങ്ങനെയാ പരിപാടി നടന്നത്. തീവ്രവാദിയാണെന്ന് പറഞ്ഞില്ലേ? കേരളത്തിൽ തീവ്രവാദത്തിനെതിരെ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന പേരിൽ അവസാനമിറങ്ങിയ പുസ്തകത്തിന്റെ അവസാന താളുകളിൽ എഴുതി വെച്ചിരിക്കുന്നു, ISM തീവ്രവാദത്തിനെതിരെ യുവാക്കളെ ബോധവൽക്കരിച്ചു. ആ ISM-ന്റെ നിഷ്കളങ്കരായ പ്രവർത്തകരെ നോക്കി പോലീസ് സ്റ്റേഷനിൽ പോയി ഇവർക്ക് പെർമിഷൻ കൊടുക്കരുത്, ഇവർ തീവ്രവാദികളാണ്, ഇത് മുജാഹിദുകളല്ല. 28/10/2011 നിലമ്പൂരിൽ വെച്ച് KJU പ്രഖ്യാപിച്ചു, മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘം ഇതിന്റെ ഉള്ളിലുണ്ട്. ആ ഗൂഢസംഘമാണ് അതിന്റെ പിന്നിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിഷയം പഠിക്കണം. ഇത് പഠിക്കുക തന്നെ ചെയ്യും. അടുത്ത ദിനങ്ങളിൽ ഇത് പഠിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചവരെ ദഅവത്ത് നിർത്തിവെക്കല്ലേ. ഞാൻ ഈ അവസാന ഭാഗം ഇവിടെ പറയാൻ കാരണം, വർത്തമാനകാല സാഹചര്യത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വിഷയത്തെ മറച്ചുവെച്ച് അത് പറയാതെ ഒളിച്ചോടാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. അതുകൊണ്ട് ആ വിഷയങ്ങളിൽ തെറ്റിദ്ധരിച്ചു പോയ കാരണവന്മാർ അവർ സംഗതി മനസ്സിലാക്കണം. യുവാക്കളും വിദ്യാർത്ഥികളും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ചില സൂചനകൾ നിങ്ങളുടെ മുമ്പിലേക്ക് നൽകിയിട്ടുള്ളത്. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങൾ, കൊണ്ടോട്ടിയിലെ സ്ഥാപനം, മലപ്പുറത്തെ സ്ഥാപനം, ഓരോ പ്രദേശത്തുമുള്ള സ്ഥാപനം, അതത് പ്രദേശത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ ചോരയും നീരും വിയർപ്പുമാണ്. സംരക്ഷണത്തിന് വേണ്ടി 2002 പ്രത്യേക സാഹചര്യം അനുസരിച്ച് സംരക്ഷണത്തിന് വേണ്ടി അത് KNM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതൊരു സംരക്ഷണത്തിന് വേണ്ടിയാണ്. എന്നാൽ ഒരു പ്രദേശത്തുള്ള മുജാഹിദുകൾ തൗഹീദും സുന്നത്തും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെ അവരെ പള്ളിയുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്താമെന്നും ഖതീബിനെ സ്ഥാനം ഇറക്കാമെന്നും മഹല്ലിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദർശബോധമുള്ള മുജാഹിദുകൾ ധാർമ്മികമായി അതിനെ നേരിടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എത്രയെത്രയോ മടവൂർ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള KNM രജിസ്റ്റേർഡ് പള്ളികളുണ്ട്. എന്തേ അങ്ങോട്ട് കത്ത് കൊടുത്തയക്കാത്തത്? രജിസ്ട്രേഷൻ KNM-ന്റെ പേരിൽ ഖുത്ബ പറയുന്നത് മടവൂർ വിഭാഗക്കാരൻ മലപ്പുറം ജില്ലയില്ലേ, കോഴിക്കോട്ടില്ലേ, കണ്ണൂരിലില്ലേ? ഉണ്ട്. അതുകൊണ്ട് KNM രജിസ്ട്രേഷൻ അല്ലേ? അതെ, KM മൗലവി പഠിപ്പിച്ച KNM ആ രജിസ്ട്രേഷൻ അത് പൊത്തിവെച്ചാലല്ല, ആയിരക്കണക്കിന് മുജാഹിദ് നെഞ്ചകത്ത് KNM രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്ട്രേഷൻ എടുത്തു മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല.
അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, പ്രോഫ്കോണിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ആസിം ഉൽ ഹക്കീം എന്ന് പറയുന്ന ആ ഉദ്ഘാടകനായ സഹോദരൻ, അദ്ദേഹത്തോട് ഇന്ന് ജിന്ന് സിഹിർ വിവാദത്തിലുള്ള വിഷയം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ ചെന്ന് പോയി നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന് നിന്ന് പുറത്താക്കാൻ ആരോപിച്ചവർ പറയുന്ന അതേ ഹക്കിന്റെ വാദം ഉദ്ഘാടകനും പറയുന്നു. അപ്പോ മടവൂരികൾ വിളിച്ച പദമെടുത്താൽ ഒരു ജിന്നൂരിയെയാണോ പ്രോഫ്കോന്റെ ഉദ്ഘാടനത്തിന് കിട്ടിയത് എന്ന് ആരെങ്കിലും ചോദിച്ചു പോയാൽ ആ ചോദിച്ചതിനെ കുറ്റം പറയാൻ സാധ്യമല്ലല്ലോ. ഡോക്ടർ സാക്കിർ നായിക്കിനെ കൊണ്ടുവന്നു. ഉദ്ഘാടന ദിവസം തന്നെ, ആ ഉദ്ഘാടന ദിവസം അദ്ദേഹത്തോട് ചോദ്യം സിഹറുമായി ബന്ധപ്പെട്ടത്. ആ വിഷയത്തിൽ അഥവാ റുഖിയ ശറഈൽ സ്പെഷ്യലിസ്റ്റുകളായ ആളുകളുടെ അടുത്ത് പോകണം. അപ്പൊ പിന്നെ അദ്ദേഹത്തെയും പുറത്താക്കേണ്ടി വരും. ഈ ദുനിയാവിൽ തന്നെ ഏതൊരു മുസ്ലിമാ ഇവിടെ ബാക്കിയുണ്ടാവുക? അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതൊരു സൂചനകൾ മാത്രമാണ്. വരാനിരിക്കുന്ന ഈ ഇൻസൈറ്റ് എക്സിബിഷൻ, ആ എക്സിബിഷൻ അതിലൂടെയുള്ള ദഅവാ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുക, അല്ലാഹു നിങ്ങളെ സഹായിക്കും. പടച്ചവന്റെ സഹായം നമുക്ക് കിട്ടണം. 2002 പ്രതിസന്ധിയെ നമ്മൾ അതിജീവിച്ചതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് 2012 ഉണ്ടാക്കിയ പ്രതിസന്ധിയും പടച്ചവന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, നാഥാ നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിജയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, അവസാനമായ ഒരു ചോദ്യം. ഇവിടെ മഹാത്ഭുതം ഖുർആൻ എന്ന എക്സിബിഷൻ, അതിന്റെ ഭാഗമായി ഈ ഒത്തുകൂടിയ എന്റെ കാരണവന്മാരും യുവാക്കളും വിദ്യാർത്ഥികളുമുള്ള ശാഖയിൽ അവിടെ മതപ്രഭാഷണം നടക്കുമോ? അവിടെ തൗഹീദി പ്രഭാഷണം നടക്കുമോ? സ്ക്വാഡ് വർക്ക് നടക്കുമോ? ബഹുമാന്യരായ അമുസ്ലിം സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി നമ്മൾ തയ്യാറാക്കുന്ന ഫ്രീ ടോക്കൺ നിങ്ങൾ എത്തിക്കുമോ? കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ഇവിടെ നടക്കാൻ പോകുന്ന ഇൻസൈറ്റ് എക്സിബിഷനിലേക്കുള്ള ക്ഷണം എത്തുമോ? കൊണ്ടോട്ടി മണ്ഡലത്തിലെ വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴിവാണെങ്കിൽ പോലും അവിടെ ഒഴിവ് കാലത്തും വരേണ്ട സ്റ്റാഫിന്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ എക്സിബിഷനിലേക്കുള്ള ക്ഷണം നമ്മൾ എത്തിക്കുമോ? നമുക്കൊരു പ്രത്യേക CD തയ്യാറാക്കി അമുസ്ലിം സഹോദരങ്ങളിലേക്ക് എത്തിക്കുവാൻ നമ്മൾ തയ്യാറാക്കിയാൽ അതുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് നമ്മൾ അത് വിതരണം ചെയ്യുമോ? അങ്ങനെ ദഅവത്തിന്റെ, ഞാൻ ഇവിടെ പറയാത്ത എത്രയെത്രയോ മാർഗങ്ങളിലൂടെ ഇനി വരാനിരിക്കുന്ന ഏകദേശം 2 മാസക്കാലം ഈ ദഅവത്തിന്റെ ശബ്ദവുമായി നമ്മൾ മുന്നോട്ട് പോവുക. ഈ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചവർ നമ്മുടെ ശത്രുക്കളല്ല, അവരും സ്വർഗത്തിൽ പോകണം. അല്ലാഹുവേ, നീ അവർക്ക് തൗഫീഖ് നൽകണമേ. നമുക്ക് നിത്യശത്രുക്കളില്ല. അവർ നിലപാട് നന്നാക്കണം. അവർ യഥാർത്ഥ KNM-ന്റെ ആദർശത്തിലേക്ക് തിരിച്ചു വരണം. അവൾ ഇപ്പോൾ